ശബരിമലയിലെ സ്വർണ്ണശില്പങ്ങളിലും സ്വർണ്ണപ്പാളികളും കേന്ദ്രീകരിച്ച് നടന്ന വൻ കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കേന്ദ്ര രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഏറെ വിവാദമായ ഈ കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ രാഷ്ട്രീയ പോർമുഖം പുതിയ ദിശയിലേക്ക് മാറുകയാണ്. തന്ത്രിയെ മുൻനിർത്തി തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പോലീസിന്റെ ഈ കണ്ടെത്തൽ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇതോടെ അന്വേഷണത്തിന്റെ മുന ഇനി പൂർണ്ണമായും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എന്നിവരടക്കമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീങ്ങുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞ വേളയിൽ ഈ സ്വർണ്ണ കവർച്ച കേസ് കേരളത്തിലെ അധികാര സമവാക്യങ്ങളെ അട്ടിമറിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികളുടെ മറവിൽ നടന്ന ക്രമക്കേടുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്.